നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന് ബെന്യാമിൻ ആടുജീവിതത്തിന്റെ പുറംചട്ടയിൽ എഴുതിയത് എത്രയോ ശരിയാണെന്ന് യുദ്ധം തുടരട്ടെ എന്നും ആക്രമണം ശക്തമാകട്ടെ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്ന മനുഷ്യരെ കാണുമ്പോൾ തോന്നിപ്പോകും. യുദ്ധം പട്ടിണിയിലാക്കുന്ന, അനാഥരാക്കുന്ന, അരക്ഷിതരാക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഓർക്കാറുണ്ടോ? 20-30 വർഷങ്ങളായി അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യന്മാരുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായ കെനിയയിലെ കകുമ ക്യാമ്പിലേക്ക് ഒന്ന് പോയി വരാം. ൽ സ്ഥാപിച്ചതാണ് വടക്കൻ പടിഞ്ഞാറൻ കെനിയയിലെ ഈ അഭയാർത്ഥി ക്യാമ്പ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായ ഇവിടെ 3 ലക്ഷത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയുടെയും കെനിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെഫ്യൂജി സർവീസസിന്റെയും മേൽനോട്ടത്തിലാണ് ക്യാമ്പിന്റെ പ്രവർത്തനം. സംഘർഷം, പീഡനം, പട്ടിണി, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയൊക്കെയാണ് ഈ മനുഷ്യരെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എത്യോപ്യ, സൊമാലിയ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരാണ് ഇവിടെയുള്ളത്. ഭക്ഷണവും വെള്ളവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കാനുള്ള ബാധ്യത ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി കാണിക്കാറുണ്ട്. പക്ഷേ അഭയാർത്ഥികളാണ്. കൃത്യമായി ഇതൊന്നും ലഭിച്ചില്ലെങ്കിലും ആരും ചോദ്യം ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ പട്ടിണിക്കും പോഷകാഹാരക്കുറവിനും ഒരു ക്ഷാമവും ഉണ്ടായിട്ടില്ല. പരിമിതികളിൽ ശ്വാസം മുട്ടുന്ന ജനങ്ങൾക്കിടയിൽ സംഘർഷങ്ങളും ആക്രമണങ്ങളും പതിവാണ്. ഇതെല്ലാം കണ്ട് മനസ്സ് മരവിച്ച് വളരുന്ന കുട്ടികളും. ഇത് ഓജീൻ സിമാനിംപായെ. വരി നിന്ന് പയറും സ്വർഗവും വാങ്ങി പോകുന്നത് തന്റെ 9 മക്കൾക്ക് വീതിച്ചു നൽകാനാണ്. 18 വർഷമായി ഇവർ അഭയാർത്ഥികളാണ്. കോങ്കോയിലെ സംഘർഷത്തിൽ നിന്ന് ജീവൻ മുറുകെ പിടിച്ച് ഇറങ്ങി ഓടിയതാണ് എങ്ങോട്ടെന്നില്ലാതെ. ക്യാമ്പിലെത്തി ജീവിതം കരുപിടിപ്പിച്ചതുപോലെയാണ് ഓജീന് തോന്നുന്നത്. അക്രമങ്ങളുടെ നടുവിൽ ജീവനെ പേടിച്ച് വീടിനുള്ളിൽ ഒളിച്ചു കഴിയുന്നതിലും എത്രയോ നല്ലതാണ് അഭയാർത്ഥി ക്യാമ്പ് എന്നാണ് ഓജിൻ പറയുന്നത്. ക്യാമ്പിലെത്തിയ ശേഷമാണ് ഈ 9 മക്കളും ഉണ്ടായത്. കുടുംബവുമായി ഇനി അക്രമഭൂമിയിലേക്ക് ഇല്ലെന്ന് ഓജിൻ പറയുന്നു. Tunafika Uganda tunapaikala miaka 15, tunafika papa tunaeneza miaka 18. കകുമയിലെ കലോബിയയിലെ അഭയാർത്ഥി ക്യാമ്പിലും കോങ്കോയിൽ നിന്നുള്ള ഒരുപാട് പേരുണ്ട്. കല്ലുകൊണ്ട് കെട്ടിയ വീടും ഭക്ഷണവും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും ഒക്കെ ലഭിക്കുന്നതിൽ ഇവർ തൃപ്തരാണ്. നേരത്തെ പെൻഷൻ പോലൊരു തുകയും ലഭിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. എന്നിരുന്നാലും ഭക്ഷണവും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ഉണ്ടല്ലോ എന്നാണ് ഇവർ പറയുന്നത്. 10 ലക്ഷത്തിലധികം അഭയാർത്ഥികൾക്ക് തണലൊരുക്കുന്നുണ്ട് കെനിയയിലെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകൾ. ഇപ്പോൾ സംഘർഷങ്ങളുടെ നടുവിൽ നിന്ന് രക്ഷപ്പെട്ട ഇവർക്ക് ഭക്ഷണം കിട്ടുന്നത് തന്നെ ആഡംബരമാണ്. 4 നേരം ഭക്ഷണം ലഭിക്കുന്ന സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളുള്ള നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഈ ജീവിതങ്ങൾ.